എല്ലാവർക്കും എജിക്കേണ്ട പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ ഗ്രാഫ്സ്, അതായത് രണ്ട് ഗ്രാഫാണ് ബേസിക്കലി വരുന്നത്. ഒരെണ്ണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും. ഗ്രാഫ് വരയ്ക്കുന്നത് വൈ ആക്സിസിൽ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷനും എടുത്താണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം, ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയായിരിക്കും. ആ ഗ്രാഫ് എങ്ങനെ അങ്ങനെ വന്നു, അത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് പഠിക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ ആദ്യം കണ്ടക്ടിവിറ്റി വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് അറിയണം. കണ്ടക്ടിവിറ്റി എന്താണ്? കണ്ടക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാപ്പ, അതായത് കെ, ക്യാപിറ്റൽ കെ വെച്ചാണ്. കാപ്പയുടെ ഇക്വേഷൻ 1/r ഇൻറ്റു L/A ആണ്. 1/r-നെ നമുക്ക് ജി, അതായത് കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി ആണ് കെ, ജി എന്ന് വെച്ചാൽ എന്താണ്? കണ്ടക്ടൻസ്. L/A-നെ നമുക്ക് ജി സ്റ്റാർ ആയിട്ട് എഴുതാം. അതായത് L/A-നെ നമുക്ക് സെൽ കോൺസ്റ്റന്റ് എന്നും പറയും. അതിനെ ജി സ്റ്റാർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി. കോൺസെൻട്രേഷനെ നമ്മൾ എന്താണ്, മൊളാരിറ്റിയോ നോർമാലിറ്റിയോ എന്തെങ്കിലും വെച്ച് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് എൻ്റെ ഒരു ബീക്കർ ഉണ്ട്, അതായത് ഇത്രയും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതുണ്ട്, സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ നോക്കുമ്പോൾ അതിൻ്റെ എന്തുണ്ട്? സൊല്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ സോൾവെന്റ് ഉണ്ട്. സൊല്യൂട്ട് സപ്പോസ് NaCl ആണ്. NaCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ട് Na+Cl- അയൺസ് ആകും. സോൾവെന്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് H2 വിചാരിക്കും. സൊല്യൂട്ട് ചെയ്താൽ സോൾവെന്റ് ചെയ്താൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത് അറിയാവോ? അത് ഏതാണ് കൂടുതൽ എമൗണ്ടിലുള്ള അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. ഇവിടെ H2 കൂടുതൽ എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ സോൾവെന്റ് H2 എന്ന് പറയുന്നു. ഈ NaCl ബ്രേക്ക് ചെയ്തിട്ട് കുറെ അയൺസ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെ എല്ലാ അയൺസ് ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ ഇതിനകത്ത് 1 സെന്റിമീറ്റർ ക്യൂബ് കൺസിഡർ ചെയ്യുന്നു. എന്താണ് 1 സെന്റിമീറ്റർ ക്യൂബ്? വോളിയം ആണ്. അതായത് യൂണിറ്റ് വോളിയം ഞാൻ കൺസിഡർ ചെയ്യുന്നു. അത് ഞാൻ അതിൻ്റെ അകത്ത് സപ്പോസ് 10 അയൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 അയൺസ് ഉണ്ട്. ഇനി ഞാൻ എന്തെടുക്കുന്ന അറിയാവോ? ഇതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ സോൾവെന്റിന്റെ എമൗണ്ടിനെ കൂട്ടുന്നതിനെയാണ് നമ്മൾ ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ സോൾവെന്റ് ഇതാണ്, വാട്ടർ ആണ്. ഞാൻ കുറച്ചുകൂടെ വാട്ടർ ആഡ് ചെയ്യുന്നു. ആ ബീക്കറിന്റെ അപ്പോൾ അവസ്ഥ എന്തായിരിക്കും? ഇവിടം വരെ ഇങ്ങനെ സൊല്യൂഷൻ നിറഞ്ഞിരിക്കുവാണ്. അയൺസിന്റെ എമൗണ്ട് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ എത്ര അയൺ ഉണ്ടായിരുന്നു അത്ര അയൺ തന്നെ ഇവിടെയും ഇരിക്കും. പക്ഷേ അയൺ കുറച്ചുകൂടെ സ്പ്രെഡ് ആവും. കാരണം എന്താണ്? സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം കൂടിയല്ലോ. അപ്പൊ ഞാൻ നേരത്തെ എടുത്ത് 1 സെന്റിമീറ്റർ ക്യൂബ് എടുത്തില്ലേ, അതുപോലെ ഇവിടെ ഞാൻ 1 സെന്റിമീറ്റർ ക്യൂബ് തന്നെ എടുക്കുവാണ്. ഇതാണ് 1 സെന്റിമീറ്റർ ക്യൂബ്, അതായത് യൂണിറ്റ് വോളിയം നേരത്തെ എടുത്ത പോലെ. പക്ഷെ ഇനി ഇപ്പൊ ഈ 1 സെന്റിമീറ്റർ ക്യൂബിൽ 10 അയൺസ് കാണുമോ? ഇല്ല, അത് കുറവേ കാണത്തുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ഉള്ള അയൺസ് സ്പ്രെഡ് ആയിട്ടിരിക്കുവാണ്. കുറെ ഏരിയയിൽ അതിപ്പോ സ്പ്രെഡ് ആയി ഇങ്ങനെ കിടക്കുവാണ്. ഇത്ര ഏരിയ സ്പ്രെഡ് ആയി കിടക്കും. അപ്പൊ ഈ യൂണിറ്റ് വോളിയത്തിൽ അയൺസ് കാണത്തില്ല. സപ്പോസ് 2 അയൺസ് കാണാം, അല്ലെ 5 അയൺസ് കാണാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്രയും അയൺസ് കാണത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ, അതായത് ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ വെച്ചാൽ നമ്പർ ഓഫ് അയൺസ് പെർ യൂണിറ്റ് വോളിയം എന്നല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലായി 10 അയൺസ് ഉണ്ടെന്ന്, 2 അയൺസ് ഇതിലായി മാറി. അതായത് നമ്പർ ഓഫ് അയൺസ് കുറഞ്ഞു, അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞു ഡൈല്യൂട്ട് ചെയ്തപ്പോൾ. കണ്ടക്ടിവിറ്റി എന്ത് ഫാക്ടറാണ് കണ്ടക്ടിവിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് അയൺസ് ആണ്. നമ്പർ ഓഫ് അയൺസ് ആണ് കണ്ടക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് അയൺസ് കൂടുവാണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടും, നമ്പർ ഓഫ് അയൺസ് കുറയുവാണെങ്കിൽ കണ്ടക്ടിവിറ്റി കുറയും. നമ്പർ ഓഫ് അയൺസ് ഇവിടെ യൂണിറ്റ് വോളിയത്തിൽ കുറഞ്ഞില്ലേ? നേരത്തെ 10 എന്ന് പറഞ്ഞു, ഇവിടെ സപ്പോസ് 2 ആയി. അപ്പൊ നമ്പർ ഓഫ് അയൺസ് കുറഞ്ഞില്ലേ? അപ്പൊ എന്താവും? കണ്ടക്ടിവിറ്റിയും കെ കുറയും. അപ്പൊ ഇതിന്റെ റിലേഷൻ മനസ്സിലായോ? കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷന്റെയും. ഡൈല്യൂഷൻ കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും, കാരണം യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് അയൺസ് കുറയും, അതുകൊണ്ട് കണ്ടക്ടിവിറ്റിയും കുറയും. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ്. ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമില്ല അത് ആക്ച്വലി, ബട്ട് ഗ്രാഫിന്റെ റിലേഷൻ കൂട്ട് തന്നെയാണ് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ എന്താണ് കണ്ടക്ടിവിറ്റിയും എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റിയും കുറയും. സെക്കൻഡ് ആണ് മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് കോൺസെൻട്രേഷൻ. ഇവിടെ രണ്ട് കേസുണ്ട്, രണ്ട് കേസിനും ഗ്രാഫും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കണം.
NaCl, KCl, CaCl2, എക്സെട്ര. നേരത്തെ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുന്നു. K = 1/r × L/A. 1/r എന്താണ്? കണ്ടക്ടൻസ് ആണ്, G ആണ്, G × L/A. ഞാൻ ജിയുടെ ടേംസിൽ എഴുതാൻ വേണ്ടി റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് G = K × A/L. ഞാൻ മുകളിലും താഴെയും L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് KAL/L². ഈ L എന്താ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഇലക്ട്രോഡിന്റെ ബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? L എന്ന് പറയുന്നത്. ഇവിടെ Lനെ 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അപ്പൊ L² എന്തായി പോവും? 1² ആകും, അതായത് 1 ആയി മാറും. A × L എന്താണ്? ഏരിയ × ലെന്ത് വോളിയം ആണ്. അപ്പൊ നമുക്ക് വോളിയം എന്ത് കിട്ടി? വോളിയം കിട്ടി. ഇതേ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ജിനെ λmc ആയിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. λmc എന്ന് വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ്. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടീഷൻ ആണ് ഇപ്പൊ അപ്ലൈ ചെയ്തത്. അപ്പൊ എനിക്ക് ജിനെ റിപ്ലേസ് ചെയ്ത്, കണ്ടക്ടൻസിനെ റിപ്ലേസ് ചെയ്തിട്ട് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചറിയാം, മോളാർ കണ്ടക്ടിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കെനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി വോളിയത്തിന്റെ ബേസിസിലായിരിക്കും നമ്മൾ λmcന്റെ വേരിയേഷൻ പറയാൻ പോകുന്നത്. എന്തിന്റെ വോളിയം നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ അയൺസ് ഉണ്ട്. ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നതിന്റെ മുമ്പുള്ള ഡയഗ്രാമാണ്. ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സപ്പോസ് സെയിം ബീക്കർ ഒന്നുകൂടെ വരയ്ക്കുന്നു. എമൗണ്ട് കൂടുന്നു, ഇലക്ട്രോഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്പർ ഓഫ് അയൺസ് സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നു. നമ്പർ ഓഫ് അയൺസ് കുറച്ചുകൂടെ വരച്ച് കാണിക്കാം. എല്ലാം അയൺസ് ആണ്. ഈ ഡോട്ട്സ് എല്ലാം അയൺസ് ആണ്. ഇവിടെ അയൺസിന്റെ എമൗണ്ടിന്റെ വ്യത്യാസമില്ല, ബട്ട് അത് കുറച്ചുകൂടി സ്പ്രെഡ് ആയി കിടക്കും. വി ഡിനോട്ട് ചെയ്തത് എത്ര വോളിയം എടുത്താലാണ് 1 മോൾ അയൺസ് എനിക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ എത്ര വോളിയം എടുത്താലാണ് 1 മോൾ അയൺസ് കിട്ടുന്നത്, അതിനെയാണ് ഞാൻ വി എന്ന് പറയാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ സപ്പോസ് 1 സെന്റിമീറ്റർ ക്യൂബ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 1 മോൾ അയൺസ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ വി. ഇനി നിങ്ങൾ പറയാ, ഡൈല്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സപ്പോസ് 1 സെന്റിമീറ്റർ ക്യൂബ് എടുത്തപ്പോൾ എനിക്ക് 1 മോൾ അയൺസ് അതിലുണ്ടായിരുന്നു. ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അയൺസ് സ്പ്രെഡ് ആയി. ഇനി ഇപ്പൊ ഞാൻ 1 സെന്റിമീറ്റർ ക്യൂബ് എടുത്താൽ അതിൽ 1 മോൾ കാണുമോ? ഇല്ലല്ലോ, അതിനകത്ത് അയൺസ് സ്പ്രെഡ് ആയി. ഇനിയും ചിലപ്പോൾ എനിക്ക് 5 സെന്റിമീറ്റർ ക്യൂബ് എടുത്താലേ എനിക്ക് എന്ത് കാണത്തുള്ളൂ? അതിൽ 1 മോൾ അയൺസ് എനിക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വിന്റെ എമൗണ്ട് കൂടിയേ കണ്ടോ? അപ്പൊ അവിടെ നമുക്ക് കൺക്ലൂഷനിൽ എത്താം. ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിന്റെ എമൗണ്ട് കൂടും. വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? λmc. λmc എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഫൈനലി കൺക്ലൂഷൻ എന്താണ്? ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ λmc ഇൻക്രീസ് ചെയ്യും. എങ്ങനെ അത് വന്നെന്ന് മനസ്സിലായല്ലോ? അതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസ്. ഇനി അതിന്റെ ഡയഗ്രാമും കൂടെ നമുക്ക് വരച്ച് കാണിക്കാം. സോറി, ഡയഗ്രാം അല്ല, ഗ്രാഫും കൂടെ വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ വൈ ആക്സിസിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി ആണ് എടുക്കേണ്ടത്. λm എടുക്കണം, സി. എക്സ് ആക്സിസ് എന്താണ് എടുക്കേണ്ടത്? എക്സ് ആക്സിസിൽ നമ്മൾ √c ആണ് എടുക്കേണ്ടത്, കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ വെറും കോൺസെൻട്രേഷൻ ആയിട്ട് എടുത്താണ്ടല്ലോ ആ ഒരു ആക്സിസ് നീണ്ടു പോകും, കുറെ കോൺസെൻട്രേഷന്റെ വാല്യൂസ് ഒത്തിരി കാണും. അതുകൊണ്ട് നമ്മൾ √c ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് ആക്സിസ് ചെറുതാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ √c ആയിട്ട് എടുക്കുന്നത്. അത് കാര്യമില്ല, കോൺസെൻട്രേഷൻ ഒക്കെ എക്സ് ആക്സിസ് √c ആണ് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഇങ്ങനെ വരും. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ലൈൻ ഡിക്ലൈനിങ് ലൈനാണ്, താഴോട്ട് പോവാണ്. അത് ഇങ്ങോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കുറവാണ്. കോൺസെൻട്രേഷൻ കുറവാന്ന് മീൻസ് ഡൈല്യൂട്ട് ചെയ്യുമ്പോഴല്ലേ കോൺസെൻട്രേഷൻ കുറയുന്നത്. അതായത് ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്തു. ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ എന്താണ്? λmc ഇൻക്രീസ് ചെയ്യും. അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ ഗ്രാഫ് കൊണ്ട് മുകളിലോട്ട് പോകുന്നത് λmc ഇൻക്രീസ് ചെയ്യുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ആക്സിസ് ലൈനിൽ കൊണ്ട് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ λm0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് എന്തായിരിക്കും? ഇതിനെ നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഈ അർത്ഥം ഇത്രേ ഉള്ളൂ. കോൺസെൻട്രേഷൻ 0 ആവുമ്പോൾ എന്തായിരിക്കും കണ്ടക്ടിവിറ്റി? അതിനാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y = mx + c ആണ്, അല്ലേ? y ആക്സിസിൽ എന്താണ്? λmc ആണ്. x ആക്സിൽ എന്താണ്?
എക്സ് ആക്സിസ് റൂട്ട് സി ആണ്. സി എന്ന് വെച്ചാൽ വൈ ഇന്റർസെപ്റ്റ്, അതായത് വൈയിൽ എവിടെ പോയാണ് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ്. ഇവിടെ ലാംഡ എം 0 ആണ്, അത് ഞാൻ എഴുതുന്നു. എം എന്താണ്? സ്ലോപ്പ് ആണ്. ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് അല്ലേ, കാരണം എന്താണ്? അതൊരു ഡിക്ലൈനിങ് ലൈനാണ്. താഴോട്ട് പോകുന്ന ലൈനിന്റെ എല്ലാം സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അത് ഞാൻ -a ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് ഈ ഗ്രാഫിന്റെ ലൈനിലെ ഇക്വേഷൻ. ലാംഡ എം സി ലാംഡ എം 0 മൈനസ് എ റൂട്ട് സി. ഇത് എന്ത് കേസായിരുന്നു? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസായിരുന്നു. ഇനി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസും കൂടെ നോക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഒരു എക്സാമ്പിൾ CH3COOH. ഇതാണ് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് എന്തുകൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നു? കാരണം ഇത് ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, അതായത് ഇത് എന്തെങ്കിലും ഒരു സോൾവെന്റ് വഴി ഡിസോൾവ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ലെസ് ഡിസോസിയേഷൻ സംഭവിക്കത്തുള്ളൂ. ഡിസോസിയേഷൻ വെച്ചാൽ ബ്രേക്ക് ചെയ്തിട്ട് CH3CO മൈനസ് H+ അയൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ലെസ് ഡിസോസിയേഷൻ സംഭവിക്കത്തുള്ളൂ. ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈല്യൂഷൻ നടക്കുകയാണെങ്കിൽ, അതായത് സോൾവെന്റ് എമൗണ്ട് വീണ്ടും കൂട്ടുവാണെങ്കിൽ അത് മോർ ഡിസോസിയേഷൻ നടക്കും, അതായത് കുറച്ചുകൂടെ കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യും. മോർ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയൺസ് കൂടത്തില്ലേ? നമ്പർ ഓഫ് അയൺസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മോളാർ കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. അയൺസ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ആരുമായിട്ട് ഇൻക്രീസസ്. ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ എൻ്റെ ക്യാം വരുന്നതുകൊണ്ട് അവിടെ കാണത്തില്ല, ഇങ്ങോട്ട് വരയ്ക്കാം. നമ്പർ ഓഫ് അയൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. മനസ്സിലായോ എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നതെന്ന്? പക്ഷേ അവിടെ ഇൻക്രീസ് ആണ്, ഇവിടെ ഇൻക്രീസ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇൻക്രീസ് ആയിരുന്നു, വീക്ക് ഇലക്ട്രോലൈറ്റ് കേസിലും ഇൻക്രീസ് ആണ്. ബട്ട് ഇവിടെ ഇൻക്രീസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഗ്രാഫ് ഇരിക്കുന്നത്. അതിന്റെ കാരണം ഇതൊരു സ്റ്റീപ്പ് ഇൻക്രീസ് ആണ്. സ്റ്റീപ്പ് ഇൻക്രീസിന് കാരണം നമ്പർ ഓഫ് അയൺസ് ഇവിടെ കൂടുന്നുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേസ് നമ്പർ ഓഫ് അയൺസ് സെയിം ആണ്, വോളിയം കൂടുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഗ്രാജുവൽ ഇൻക്രീസ്. നമ്പർ ഓഫ് അയൺസ് കോൺസ്റ്റന്റ് ആകാൻ കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ആദ്യം തന്നെ ഫുള്ളി ഡിസോസിയേറ്റ് ആയിട്ട് ഇരിക്കുവാണ്. ഇനി അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യാനൊന്നും ബാക്കിയില്ല. ബട്ട് ഇവിടെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിസോസിയേഷൻ നടന്നിട്ടുള്ളായിരുന്നു. ബട്ട് ഡൈല്യൂട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഡിസോസിയേഷൻ നടന്നു. നമ്പർ ഓഫ് അയോൺസ് വീണ്ടും കൂടി. അപ്പോൾ ഇത് സ്റ്റീപ്പ് ഇൻക്രീസ് ആണ്. മനസ്സിലായത്? ഇങ്ങനെ സ്റ്റീപ്പായിട്ട് പോകുന്നതും മറ്റേ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോകുന്നതും. സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോകുന്നത്, അത് സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചു, ബേസിക്കലി MX+C. ഇതിന്റെ കേസിൽ ഞാൻ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കേർഡ് ലൈൻ ആണ്. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അതായത് Y ആക്സിസ് ഒന്നും മുട്ടുന്നില്ല, ഇതിങ്ങനെ മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഇതിന് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഒന്നും ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ബേസിക്കലി വീക്ക് ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും ഗ്രാഫ്. ഇത് എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ക്ലാരിറ്റിയോട് പഠിച്ചാൽ കുറച്ചും കൂടെ ഓർത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളായിരുന്നു ഗ്രാഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.